ഇനി പുതിയ സിനിമ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഞാനിപ്പോൾ ഒരു ചെറിയൊരു സിനിമ ചെയ്തായിരുന്നു, ഡിസ്റ്റൻസ് ഫ്രം ലൈഫ് എന്ന് പറഞ്ഞിട്ട്, ചെറിയ ബഡ്ജറ്റിൽ. അപ്പം അടുത്തേനും ചെയ്യാൻ പോകുന്നത് ചെറിയൊരു സംഭവം തന്നെ, ആന്തോളജി മൂവിയാണ്. അത് എന്താ ചിരിക്കുന്നത്? 2023 സിനിമ 2023 അല്ല, 2024. അപ്പം പ്രസാദേട്ടനാണ് അത് അസോസിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ദീപാവലിയിൽ നായകനായിട്ട് ചെയ്യുന്നത് രഘുമാമൻ തന്നെ. നമ്മുടെ സ്ഥിരം ആൾക്കാരെ തന്നെ, ക്യാമറ രതീശേട്ടൻ തന്നെയാണ്. അടുത്ത് തന്നെ തുടങ്ങും, ഏപ്രിലിൽ തുടങ്ങുന്നത്. അത് 4 കഥകളാണ് നമ്മൾ ചെയ്യുന്നത്. 4-5 കഥ വരും. 1.25 മണിക്കൂറിൻ്റെ ഒരു സംഭവം. ഞാൻ കുറച്ച് ആർട്ടിസ്റ്റിനെ ഇങ്ങനെ മനസ്സിലുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ ചെറിയ അത്യാവശ്യം അറിയപ്പെടുന്ന നല്ല ആർട്ടിസ്റ്റുകളാണ്. അപ്പം മറ്റേ ആറാട്ടണ്ണൻ പെരേര അവർക്കൊക്കെ അതിനകത്ത് ചാൻസ് ഉണ്ടോ? പെരേരയും മറ്റു ടീമൊന്നും ഉണ്ടാകത്തില്ല. ആറാട്ടെണ്ണം ചിലപ്പോൾ ഉണ്ടാവും. ആറാട്ടെണ്ണം വിളിച്ച ആ സാഹചര്യത്തിൽ വരുവാണ് ആറാട്ടെണ്ണം വേഷം കൊടുക്കും. പെരേര ഉണ്ടാവില്ല, നിഷേഡിക്കും ഉണ്ടാവും. ബാക്കി ടീമൊന്നും ഇല്ല. അലഞ്ചേഴ്സ് പെരേര, അഭിലാഷാട്ടെ അങ്ങനെയുള്ള ടീമൊന്നും ഇല്ല. അവരൊഴിവാക്കിയല്ല. എനിക്ക് ഞാനിപ്പം നമുക്ക് പറ്റിയ നേരത്തെ ആൾക്കാരെല്ലാം ഫിക്സ് ആയിട്ടിരിക്കുക. അവർക്ക് പറ്റിയ കഥാപാത്രത്തിൻ്റെ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. മനസ്സിലായി? അത് നിഷേധി ഞാൻ പറഞ്ഞു. കോമഡി അല്ല, ചില സീരിയസ് ആയിട്ട് ആന്തോളജി മൂവി എന്ന് പറയുമ്പോൾ അറിയാലോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ. നിഷയ്ക്ക് നല്ലൊരു കഥാപാത്രം കാണും. പിന്നെ പുതുമുഖങ്ങളായിരിക്കും കൂടുതൽ വരുന്നത്. ആർട്ടിസ്റ്റുകൾ എല്ലാ വർക്കിലും ഓരോ ആർട്ടിസ്റ്റ് വെച്ച് കാണും. അത്യാവശ്യം അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരുണ്ടാവും, സീനിയറായിട്ടുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ തന്നെ, ഞാൻ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അകത്ത് അഭിനയിക്കത്തുള്ളൂ. കാരണം എനിക്ക് ഡയറക്ഷൻ അതേപോലെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ത്രൂ ഔട്ടായിട്ട് ഞാൻ അഭിനയിക്കത്തൊന്നുമില്ല. നിസ്സാരമായിട്ട് എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ വന്ന് നല്ല കാണിച്ചിട്ട് പോലെയുണ്ട്. അത് ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനൊന്നും ഇല്ല. അത് അത് തന്നെ ഈ പ്രാവശ്യം തന്നെ അത് വ്യത്യസ്തമായിരിക്കും. ഞാൻ ചെയ്തിട്ടുള്ളത് മന്ദബുദ്ധിയായിട്ട് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ജെൻഡറായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സൈക്കോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, 2 സൈക്കോ ചെയ്തിട്ടുണ്ട്, 2 ഗെറ്റപ്പിൽ. ഇനിയും ചെയ്യാൻ പോകുന്ന ഒരു ഇപ്പം ഒരു ഇന്റിമസി സാധനം ചെയ്തു. ഇനി അന്തലാണ് ചെയ്യാൻ പോകുന്നത്. എന്റെ സിൽക്ക് റോഡ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, എന്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പൊ എന്റെ അധികം വ്യൂസ് ഒന്നും കയറിയില്ല. പക്ഷെ അതിനകത്തൊരു സൈക്കോ ആയിട്ട് എന്തിനാന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂട്ടോ. ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും കേട്ടില്ല. എന്നോട് ഓടാൻ പറഞ്ഞു, ഞാനും ഓടി. എന്നെ ഇട്ട് പുറകിട്ട് ഓടി. എന്റെ ലാസ്റ്റ് ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പം ഞാൻ ഷൂ ആയിട്ട് ഷൂവിന്റെ അകത്തുനിന്ന് ഒരു കല്ലട കുട്ടി കാണിച്ചു. അത് ശരിയാ. പക്ഷെ അതിനാ വെള്ളത്തിൽ ചടന്ന സീനൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തതാട്ടോ. അതിന്റെ എന്റെ കൈയൊക്കെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ വെള്ളത്തിലേക്ക് എടുത്ത് ചേർന്ന സീനൊക്കെ ഇല്ല. അതെല്ലാം ഞാൻ ഉരുണ്ട് വീടുന്നൊക്കെ പക്ക വീരണതാണ്. നിഷേനെ വെട്ടുന്ന സീനുണ്ടായിരുന്നു. ഷോർട്ട് ഫിലിമിന് വേണ്ടി ചെയ്തതല്ല, ശരിക്കും കാല് തന്നെ വീണതാ. നിഷയ്ക്ക് ശരിക്കും വെട്ട് കൊള്ളണ്ടായിരുന്നു. പിന്നെ ആന കുത്താൻ വന്നു, ആ സമയമൊക്കെ രസമായിരുന്നു കേട്ടോ. ആന കുത്താൻ വന്നതല്ല, ഫോറസ്റ്റുകാർ വന്നു അവിടെ. അങ്ങനെ കുറെ സീനുകൾ ഉണ്ടായി. ഞങ്ങള് 3 പ്രാവശ്യം ഷൂട്ട് ചെയ്യാൻ ചെന്ന. 3 പ്രാവശ്യം അധികം വിശദീകരിക്കരുത്, അവർക്കത് ബാധിക്കും. ഒരു തവണ ഞങ്ങൾ ചെന്നപ്പോ അതിന്റെ തൊട്ടപ്പുറം ആന ഉണ്ടായിരുന്നു. ക്യാമറ കാര്യങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ വിട്ടു. അപ്പൊ നിഷയ്ക്ക് ആനനെ പേടി കേട്ടോ. ഞങ്ങളെല്ലാം റീൽസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു വളവാണ്. ഇപ്പൊ ഞാൻ നിഷയോട് പറഞ്ഞു, സൂക്ഷിച്ചോ ഇവിടെ ആന കാണുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വളയുക ആന. അപ്പൊ ആന ഇങ്ങനെ ഇങ്ങനെ വരുന്നു. അപ്പം വിനീതേട്ടൻ 1 സെക്കൻഡ് വണ്ടി ഇങ്ങനെ ഇരപ്പിച്ചു. ഈ ഇരപ്പിച്ച സമയത്ത് ആന ചെറുതായിട്ട് സ്റ്റക്കായി. ആ സമയത്ത് ഞങ്ങൾ കയറിപ്പോയി. ഞങ്ങളിങ്ങനെ പാസ് ചെയ്യും. ആന 1 സെക്കൻഡ് കൊണ്ട് റോഡിൽ കയറി ചിഹ്നം വിളിച്ചു വന്നു. നിഷ ഇത് ആന അവിടെ ഇങ്ങനെ ഇറങ്ങില്ല. ആന ഞങ്ങള് മറ്റേ ഇങ്ങോട്ട് വരിക മലയാറ്റൂരിൽ നിന്ന് നമുക്ക് വരേണ്ട വഴിക്ക്. അപ്പൊ നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ ആന റോഡിൽ ആന ലെഫ്റ്റ് തന്നെയാ വരുന്നതാ. ലെഫ്റ്റ് വനത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ആന ഇറങ്ങി റോഡിലേക്ക് വരുന്നു. ഞങ്ങൾ പാസ് ചെയ്യുന്ന ഒപ്പമായിരുന്നു. അപ്പൊ മുന്നേ പോയ വിനീതരൊന്നും ചെയ്യാൻ പറ്റില്ല. വിനീത് ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചു. വണ്ടി ഇരപ്പിച്ചു. ആ ഇരപ്പേരിലാണ് വണ്ടി ഇരപ്പിച്ചപ്പോ അപ്പൊ ആന ഞങ്ങള് ഒപ്പം എത്തി. അപ്പൊ പിന്നെ ഒരു കാര്യം ട്രക്കായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു 10 സെക്കൻഡ് എല്ലാവരും ഭയങ്കര സൂക്ഷ്മതയോടെ വന്നു. കാരണം പിന്നെ കാടാം 2 സൈഡിൽ തേക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിഷയോട് പറഞ്ഞു, നിഷ വലത്തെ സൈഡ് നോക്കാം. ഇങ്ങനെ ഇപ്പുറത്തെ മിണ്ടിട്ടില്ല. പിന്നെ ഇവന് ഇത്ര പറഞ്ഞിട്ടുള്ളൂ, നിഷ വലത്തെ സൈഡ് നോക്ക്, ഞാൻ ഇടത്ത് നോക്കിക്കോളാന്ന്. എല്ലാരും അങ്ങനെ ഫ്രണ്ടില് വിനീതും പോയി. എന്തായാലും പുതിയ പടം വിജയാവട്ടെ. ഓക്കെ. അപ്പം എല്ലാവരും ഞങ്ങളുടെ അനുഭവങ്ങൾ കേട്ടോ. ഞങ്ങളൊരു അതായത് ഞങ്ങളുടെ ഡെഡിക്കേഷൻ ഷോർട്ട് ഫിലിം ആണെങ്കിലും ഞങ്ങൾ അത്ര എല്ലാവരും ഡെഡിക്കേഷൻ. റീൽസ് ആണെങ്കിലും റീൽസ് ചെയ്യുന്നവർ ഞാൻ സമ്മതിക്കും കേട്ടോ. ഇപ്പൊ ശ്രീകാന്ത് വെട്ടിയാറാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ശ്രീകാന്ത് വെട്ടിയാറിനെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയും മോനും കൂടെ കോഴിയായിട്ട് അഭിനയിച്ചത്. അത് അവര് നല്ല കണ്ടന്റ് ചെയ്യും. അഖിൽ NRD ഇവരൊന്നും എന്നെ അധികം വെറുപ്പിക്കാത്ത കുറച്ച് ടീമാണ് കേട്ടോ. പിന്നെ ഐ ആം സൂപ്പർ ഹീറോ അവരൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ അവർ എപ്പോഴും കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊരു തല വേണം, അതിന് ഭയങ്കര കഴിവ് വേണം. എന്നെ കൊണ്ടൊന്നും അത് പറ്റത്തില്ല കേട്ടോ. എന്നും കണ്ടന്റ് ചെയ്യുക അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കേസല്ല. അവരൊക്കെ അതേപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഈ ഫീൽഡിൽ. അപ്പോൾ അതേപോലെ തന്നെ
നിഷേനും കോമാളിത്തരം കാണിക്കാതിരിക്കുക, നല്ല വർക്കുകൾ ചെയ്യുക, ഞാൻ കോമാളികൾ കൂടെ അധികം നടക്കാതിരിക്കുക, റീച്ച് ഉണ്ടാക്കുന്ന എന്റെ ഷോർട്ട് ഫിലിം അധികം കോമാളികൾ കൂടെ നടക്കാതിരിക്കുക. അല്ല അങ്ങനെ ആക്ഷേപിക്കരുത്. അത് ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞാൽ ഞാൻ അവന്മാരെ കൂടെ നടന്നിട്ടാണ് പത്ത് പറഞ്ഞത്, അത് വേറെ കാര്യം. ഞാനൊരു ഷോർട്ട് ഫിലിം പിടിച്ചോ, നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ പക്ഷെ അങ്ങനെ പറയില്ല കേട്ടോ. ഞാൻ വേറെ കേസുണ്ട്, നമ്മൾ ചെയ്ത് നല്ല വർക്കാണ് ചിലപ്പോൾ ആൾക്കാർ കാണും. ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ചമയെന്ന് പറഞ്ഞിട്ട്, അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, 8 ലക്ഷം ആൾക്കാരുണ്ട്. അത്